കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് RSSൻ്റെ ടോപ്പായിട്ടുള്ള ലീഡേഴ്സ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 3-4 പ്രാവശ്യം അമേരിക്കയിൽ പോവുകയാണ്. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അവിടെയുള്ള പല ക്രിസ്ത്യൻ ഫോറങ്ങളുമായിട്ട് സംസാരിക്കാനും അവിടെയുള്ള റിലീജിയസ് കമ്മീഷനുമായിട്ട് ഡിസ്കഷൻ നടത്താൻ വേണ്ടി ഇന്ത്യയിലുള്ള ക്രൈസ്തവർക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെയുള്ള അറ്റാക്കുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടായത്, എന്താണ് പ്രശ്നം, നിങ്ങൾക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണിത് ആദ്യം ഇന്ത്യയിൽ എന്ത് വേണ്ടിയാണ് ഇവർ പോകുന്നത് എന്നുള്ള ഇഷ്യൂ കൊണ്ടുവന്ന് ഉറപ്പായിട്ടും ഇതിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് ലീക്ക് ചെയ്തു തന്ന RSS ബേസിൽ നിന്ന് തന്നെ, അവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് ഈ സാധനം ലീക്ക് ചെയ്തു തന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ സംഘ് പരിവാറിനെ ഭയങ്കരമായിട്ട് നാണം കെടുത്തുന്നുണ്ട്. സംഘ് പരിവാറുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, പ്രത്യേകിച്ച് RSS, അവർ പറയുന്നത്, അതിന് ന്യായീകരണം, അതിന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്കെതിരെയുള്ള പല കുറ്റങ്ങളും കുറവുകളും ഇന്ത്യയിലുള്ളത് അമേരിക്കയിൽ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും അതിന് നരേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ ഔട്ട്റീച്ച്. അതിനുവേണ്ടിയാണ് അവർ അമേരിക്കയിൽ പോയിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഒരു 3-4-5 മാസമായിട്ട് RSS ഇതിൻ്റെ പുറകിലാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കയിൽ അവിടുത്തെ ഏറ്റവും വലിയൊരു PR ഏജൻസി അവർ ഹയർ ചെയ്തത്. കാരണം ലോബിങ് ചെയ്യാൻ അമേരിക്കൻ കോൺഗ്രസിനെയും സെനറ്റ് മെമ്പേഴ്സിനെയും അവിടുത്തെ ഒപ്പീനിയൻ മേക്കേഴ്സിനെയും അവിടെയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള ആൾക്കാരെയും ലോബിങ് ചെയ്യാൻ വലിയ കോടികൾ മുടക്കി അവരൊരു PR ഏജൻസിയെ ഹയർ ചെയ്തു. അത് കുറച്ച് കഴിയുമ്പോൾ ആ PR ഏജൻസി വരെ അത് തള്ളി ദൂരെ കളഞ്ഞു. കാരണം അവർ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊരു വ്യക്തത കൊണ്ടുവരും, അതിനുശേഷം ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അവസാനം ആ കോൺട്രാക്റ്റും പരിപാടിയും ഡീൽ ചെയ്ത് നിർത്തിവെച്ചു. അതായത് ഏറ്റവും വലിയ അടിയാണ് ഈ സംഘ് പരിവാർ ഗ്രൂപ്പിന് ഈ അമേരിക്കയിൽ നടന്ന RSSൻ്റെ നാടകം. കാരണം അവർ എത്രയും നാളും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ, ഇന്ത്യ എവിടെയും ഒടിയത്തില്ല, ഇന്ത്യ എവിടെയും ചായത്തില്ല, അമേരിക്ക ഇന്ത്യ ചലഞ്ച് ചെയ്യും, ഭാരത് മാതാവാണ് വലുത്, ഈ കുന്തമൊന്നും അല്ല, അമേരിക്ക എന്ന് പറഞ്ഞ ലോക പോലീസാണ്, അവൻ്റെ കയ്യിലാണ് പണമുള്ളത്, അവനോട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ മനസ്സിലായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ടുള്ള ഒരു ലെറ്ററുണ്ട്, ഓപ്പൺ മെയിൽ. അത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ലെറ്റർ അവർ പുറത്തു വിട്ടു. ശ്രീധർ വെമ്പു, സോഹോ മെയിൽ നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം അമേരിക്കയിലായിരുന്നു നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. തമിഴ്നാട് തെങ്കാശി സ്വദേശിയാണ്. RSSുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാൾ. ഇപ്പം അത് മനസ്സിലാക്കേണ്ട, ഈ സംഭവം ഇന്നോ ഇന്നലെ ഒന്നുമല്ല നടക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട്, കുറച്ച് മാസങ്ങൾ കൊണ്ട് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. എന്താണ് ശ്രീധർ വെമ്പു പറയുന്നത്? ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, പല അമേരിക്കൻ ജൈൻസ് ആയിട്ടുള്ള പല കമ്പനികൾ, അതിൻ്റെ പല തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാരാണ്. അവരോടൊക്കെ പറയുന്നത് അത് മാറ്റിവെച്ചിട്ട് ഭാരത് മാതാവിനെ സേവിക്കാനായിട്ട് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ. ആദ്യം ഞാൻ ഈ അമേരിക്കൻ കോർപ്പറേഷനെ പറ്റി പറയാം, അമേരിക്കൻ കമ്പനികളെ പറ്റി പറയാം. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. പല ആൾക്കാർക്കും, എൻ്റെ വീഡിയോ കാണുന്ന അല്ലെ പല മലയാളികൾക്കും അറിയത്തില്ല ഈ അമേരിക്കൻ കോർപ്പറേഷൻ എന്ന് പറയാം. അമേരിക്കൻ പല കമ്പനികളും, അതായത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നൊരു അമേരിക്കൻ കമ്പനിയുണ്ട്. അതിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം $13 ട്രില്യൺ അസറ്റ്. അതായത് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഒരു വർഷം ഈ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര അതിൻ്റെ GDP എന്ന് പറയുന്നത് $4.3 ട്രില്യൺ ഉള്ളൂ. പക്ഷെ അമേരിക്കയിൽ ഒരു കമ്പനിയുടെ ആസ്തിയാണ് ഈ പറയുന്നത് 12-13 ട്രില്യൺ. എൻവിഡ, അതായത് ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി, അതേപോലെ ഇയാൾ എലോൺ മസ്ക് ഒക്കെ ആണ്ട് 1 ട്രില്യൺ അയാളുടെ സ്വന്തം അസറ്റ് മാത്രം, അയാളുടെ ഇൻഡിവിജ്വൽ അസറ്റ് ഏകദേശം 1 ട്രില്യൺ അടുക്കാൻ പോവുകയാണ്. ഇതാണ് അമേരിക്കൻ ബിസിനസ് എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള ബിസിനസ് ജൈൻസ് എന്നൊക്കെ പറയുന്ന പല കമ്പനികളും, അതായത് അവരുടെ അസറ്റ് വാല്യൂ, അവരുടെ ടേൺ ഓവർ എന്നൊക്കെ പറയുന്ന ചില കമ്പനികളുടെ
അത് ഇന്ത്യയുടെ ടോട്ടൽ GDP-യുടെ പകുതിയോളം വരുന്ന കമ്പനികളുണ്ട് ഏറ്റവും കൂടുതൽ. അത് ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയത്. ഇനി അമേരിക്കയിലെ ടോപ്പായിട്ടുള്ള വലിയ കോർപ്പറേഷൻ, വലിയ ജയൻ്റ് ആയിട്ടുള്ള വലിയ കമ്പനികൾ, ഈ കമ്പനികൾ ഡെമോക്രാറ്റ്സ് അല്ല. വലിയൊരു ശതമാനം വലിയൊരു ശതമാനം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അനുഭാവികളാണ്. ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ഈ ഹാർഡ് കോർ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ്. നിങ്ങളിപ്പോൾ കോസ്റ്റ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളതിൻ്റെ ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ അകത്തോട്ട് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഒരു ബൈബിൾ വചനം എഴുതി വെച്ചിട്ടുണ്ടാകും. അതുമല്ല ഇവരുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ കോഫി ഷോപ്പുകൾ, മറ്റുള്ള സംഭവങ്ങൾ, ഇപ്പം ഇൻ ആൻഡ് ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ബർഗറിൻ്റെ ഒരു കമ്പനിയുണ്ട്. അപ്പം ആ ഒരു സ്ത്രീയാണ് നടത്തുന്നത്. അവരാണ് അതിൻ്റെ CEO, അവരുടെയാണ് അതിൻ്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ മനസ്സിലാക്കത്തുള്ളൂ. ഇവരെ പറ്റിയുള്ള വെബിൽ വായിച്ചു നോക്ക്. ഇവർ ബേസിക്കലി ഒരു ഹാർഡ് കോർ ബിലീവറാണ്. ഇതാണ് ഈ അമേരിക്കൻ കമ്പനികളുടെ പ്രത്യേകത. അവർ ഈ പറയുന്ന ഇന്ത്യയിൽ ഈ അറ്റാക്ക് നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക അവർ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. എല്ലാ വർഷവും അമേരിക്കയിൽ മാക്ഡൊണാൾഡ്, ഏറ്റവും കൂടുതൽ കുട്ടികളും നമ്മളൊക്കെ കാണുന്ന ചെയിനാണ് മാക്ഡൊണാൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അമേരിക്ക പ്ലസ് ക്രിസ്ത്യൻ കൺവെൻഷൻ നടത്തുന്ന കമ്പനിയാണ് എല്ലാ വർഷവും ചെറുപ്പക്കാരെ വെച്ച്. അമേരിക്കയിലെ ഉരുവപ്പെട്ട എല്ലാ ജയൻസ് കമ്പനി, അതായത് വലിയ കമ്പനികൾ, ഇവരെല്ലാം ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. അവരുടെയൊക്കെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം അവർ ഈ ഗോസ്പെല്ലും പരിപാടിക്കൊക്കെ മാറ്റിവെക്കും. അത് ഈ ലോകം മുഴുവൻ അത് സഞ്ചരിക്കും. ഇതാണ് അതിൻ്റെ കാര്യം. അതേ സെയിം പാതയാണ് കൊറിയൻ കമ്പനികൾ പിന്തുടരുന്നത്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് കൊറിയയുടെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അങ്ങാണ്ട് ഇന്ത്യ വന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, കൊറിയ ഒരു സമയത്ത് ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. കൊറിയയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കലും കാത്തലിക്സുമാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കലാണ്. ഈ കമ്പനികളൊക്കെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ രാവിലെ ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ചില ക്രിസ്ത്യൻ ഈ ആശുപത്രികളിലൊക്കെ നിങ്ങൾ കണ്ടാണ്, സ്കൂളുകളിലൊക്കെ പ്രാർത്ഥന. ഈ കൊറിയയിലെ ചില കോർപ്പറേറ്റ് കമ്പനി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞതാണ്, ഹുൻഡായി എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞ അവിടെ അതിന് മുമ്പ് അതിൻ്റെ അകത്തൊരു പ്രെയറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കുക. അതിന് ശേഷമാണ് ഇവർ തുടങ്ങുന്നത്. അത് മനസ്സിലാക്കുക. ഈ ഗ്ലോബലായിട്ടുള്ള ജയൻറ്റ്, അതായത് വലിയ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികൾ, അതേപോലെ ക്രിസ്ത്യൻ നേഷൻസ്, ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അതിൻ്റെ അത് കൂട്ടണ്ട. ഈ പറയുന്ന കൊറിയ എടുക്കാൻ, ചില ജാപ്പനീസ് കമ്പനി എടുക്കാം. ഇവർക്കൊക്കെ അവരുടെ ഇത്ര ശതമാനം വെച്ചത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയിൽ ഈ ഇഷ്യൂ ഉണ്ടായത്. ഈ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഇന്ത്യക്കാരെ പറ്റിയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഈ ശ്രീധർ വെമ്പു പറഞ്ഞ തിരിച്ച് വേറെ പോയിന്റ് മനസ്സിലാക്കണം. അമേരിക്കയിൽ ഏകദേശം 35 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്ക് കൂട്ടൽ. അത് ലേറ്റസ്റ്റ് കണക്കുകളൊക്കെ പറയുന്നത്. ഈ 35 ലക്ഷത്തിൽ ഏകദേശം അമേരിക്കൻ പോപ്പുലേഷൻ്റെ അകത്ത് 1% ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ 35 ലക്ഷത്തിൽ ഒരു 90 ലക്ഷം എന്ന് പറയുന്നതും ഇന്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ടവരാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് സിഖുകാരും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ വരുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റാണ്, മെജോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്. അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്നത്, കുടിയേറ്റക്കാരായിട്ട് പോയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയാണ് ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദു അസോസിയേഷനും ഇന്ത്യ അമേരിക്കൻ ഡയസ്ഫോറ ഇതിൻ്റെയൊക്കെ നേതാക്കൾ. ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്.
ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ, അതായത് വലിയൊരു ശതമാനം, ഈ പറയുന്ന പെൻഡക്കോസ്റ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവാഞ്ചലിക്കലിൻ്റെ കാര്യമുള്ള, അതായത് കാത്തലിക്സ് മറ്റുള്ള ഏറ്റവും അവർ ഏറ്റവും കൂടുതൽ ഡെമോക്രാറ്റ്സ് ആണ്. ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ കൺസർവേറ്റീവായിട്ട് കാര്യങ്ങളും, അത് ഈ ഗൾഫ് ഇഷ്യൂ മറ്റുള്ള ഇഷ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു പ്രോ ട്രംപായി മാറിയത്. അതിനു മുമ്പ് അവർ ബേസിക്കലി ഡെമോക്രാറ്റ്സ് ആണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം. അവർ മുഴുവനും പ്രോ റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട് മാറി. ഇപ്പം ഞാൻ ഈ ശ്രീധർ ബെമ്പുവിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇന്ത്യയുടെ ടോട്ടൽ എഡ്യൂക്കേഷൻ ഒരു വർഷം എത്ര ശതമാനമാണെന്നറിയോ? അതായത് നമ്മൾ വളരെ കുറച്ചാണ് നമ്മൾ GDPയുടെ പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനി ഉൾപ്പെടെ എന്ത് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമുക്കിവിടെ ആൾക്കാരെ ഹയർ എഡ്യൂക്കേഷൻ്റെ അകത്ത് നമ്മൾ നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇപ്പോൾ IIT കാൺപൂർ, അത് അമേരിക്ക ഉണ്ടാക്കി തന്ന സാധനമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അത് എയിംസ്, അതും അമേരിക്കയാണ് ആദ്യം ഇവിടെ ഉണ്ടാക്കി തന്നത്, അല്ല നമ്മളുണ്ടാക്കിയതല്ല. നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് ഈ സംഭവം അമേരിക്കയുടെ മുമ്പിൽ പറയുന്നതും. അവരാണ് ഈ പറയുന്ന IIT ആണെങ്കിലും എയിംസ് ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഹമ്മദാബാദ് ആണെങ്കിലും ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളാണ്. അത്ര അഡ്വാൻസ്ഡ് ആണ് അവർ അന്ന് മുതൽ. അപ്പം അവരിവിടെ ബേസ് ഉണ്ടാക്കി തന്നു. ഇവിടെയുള്ള എൻജിനീയേഴ്സ് പല ആൾക്കാരെ ക്യാമ്പസിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് IIT ആണെങ്കിൽ IIM ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒരിക്കലും അമേരിക്കൻ ലൈഫിനകത്ത് വന്ന് അവരവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് ചേർന്ന് കഴിഞ്ഞ് ടെക്കീസോ എൻ്റർപ്രനേഴ്സോ ഇതേപോലെ വലിയ ബിസിനസ് ടൈക്കൂണോ വലിയ CEO ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്ലോബൽ എക്കോണമിയിൽ നമ്മൾ 6 സ്ഥാനത്തോട്ട് പോയി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി, അതായത് റിലയൻസിനെ പറ്റി പറയാം, അല്ലെങ്കിൽ അഡാനിയെ പറ്റി പറയാം, ഇൻഫോസിസിനെ പറ്റി പറയാം, വിപ്രോയെ പറ്റി പറയാം, TCSനെ പറ്റി പറയാം. നമ്മുടെ ടെക് കമ്പനികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികൾ ഡിസൈൻ ചെയ്ത ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ റിപ്പയർ, അതിൻ്റെ ബാക്ക് എൻഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നവരാണ്. ഇത് അവരുടെ സാധനമാണ്. അതിന് നമ്മളെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ സാധനം R&D ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള സംഭവമൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതാണ് അതിൻ്റെ സത്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു രാജ്യത്ത് ഈ പറയുന്ന സുന്ദർ പിച്ചയാണെങ്കിലും സത്യനടയിലയാണെങ്കിലും ഇന്ത്യയുടെ ടോപ്പായിട്ടുള്ള IT-യുടെ ടെക്നോളജിയുടെ ജയൻസ്, അവർ CEO ആയിട്ടിരിക്കുന്നവർ, അവരൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ ശ്രീധർ ബെമ്പു എന്ന് പറഞ്ഞ ഒരാൾ ഈ സോഹോ മെയിൽ തുടങ്ങി അട്ടാറായി എന്നും പറഞ്ഞ് വേറെ സാധനം തുടങ്ങി. ഞാനീ പറയുന്നത് അതിന് മലയാളമൊക്കെ അറിയാം ശ്രീധർ ബെമ്പുവിന്. ഇയാൾ ഈ രണ്ടും തുടങ്ങിയിട്ട് ഇന്ത്യ അമേരിക്കയായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് വലിയൊരു ദേശീയത ഇന്ത്യയിലുണ്ടായി, ഭാരത് മാതാ, അതായത് കുടച്ചക്രം. അപ്പോൾ ആ സമയത്ത് പല ആൾക്കാരും സോഹോ മെയിൽ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ അതിനൊക്കെ മുമ്പ് 2-3 വർഷം സോഹോ മെയിൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇത് പ്രോപ്പർ അല്ല എന്ന് കണ്ട് എപ്പോഴും കംപ്ലൈൻ്റ് ഉണ്ടോ ഞാനിത് ഡംപ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇത് ഇത്രയും ഉണ്ടായിട്ട് ആൾക്കാർ 1 മാസം പോലും യൂസ് ചെയ്ത്, കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പോൾ ഒരു മൊബൈലിനകത്ത് ഗൂഗിൾ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ, അത് അമേരിക്കൻ ആപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇന്ത്യൻ ആപ്പായ സോഹോ മെയിൽ അട്ടാറയും കിട്ടാറയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് 100ഓളം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതെന്താണ്, ഇതെന്താണ്? കാരണം ഈ സാധനവുമായിട്ട് ഈ മറ്റുള്ള സോഫ്റ്റ്വെയറായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകത്തില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ മോദിയുടെ താല്പര്യപ്രകാരം ട്വിറ്ററിനെതിരായിട്ട്, നേരത്തെ എക്സിന് പകരം നേരത്തെ ട്വിറ്ററായിരുന്നു, ഇവിടെ കൂന്നും പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. വലിയ സംഭവമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗവൺമെൻറ് അതിന് വലിയ പ്രോത്സാഹനം അവർ കൊടുത്തു. ഒരു കാര്യം പറയാം, ഇത് എത്ര നാൾ ഓടി?
ഏകദേശം 1 വർഷം കഴിയുമ്പോൾ അതും അടച്ചു തൂക്കി. അതായത് നമുക്ക് സമയമെടുക്കും. നമ്മൾ ചൈനയാകാനൊന്നും പറ്റത്തൊന്നുമില്ല. ചൈനയ്ക്ക് ഇതൊക്കെ പറ്റും. ചൈനയ്ക്ക് നമ്മളെക്കാളൊക്കെ വളരെ വളരെ മുമ്പിലാണ് ചൈന. നമ്മളിത് കണ്ടുകൊണ്ട് വാ പൊളിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം പറയാം, ഇന്ത്യയിൽ ഇന്നത്തെ തലമുറയെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കഴിഞ്ഞ തലമുറയെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെയൊക്കെ ഡ്രീം എന്ന് പറയുന്നത്, ആ സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ ഡ്രീം എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ് ഇവർ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അമേരിക്കയിൽ പോയി പഠിക്കുന്നത്. അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞ് H1B അവിടെ കാലെ പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ സെറ്റിലാകാൻ ശ്രമിക്കും. അവിടെ പോയി ജീവിതം തുടങ്ങി, പഠിക്കാൻ പോയി ജീവിതം തുടങ്ങി, അവിടെയെങ്കിലും ജോലിയോ ചെറിയ ബിസിനസ് ഉള്ള ഒറ്റ ഒരാൾ പോലും ഇന്ത്യയിലോട്ട് വരത്തില്ല. ശ്രീധർ വെമ്പു അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. അതായത് ഞാൻ കാഴ്ചക്കാരനെ കേൾവിക്കാരനായിട്ടിരുന്നേ ഉള്ളൂ. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ ടെക്കീസുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ച കാലയെ പിടിച്ചാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന ടെക്കീസിനോട് പറയുന്നത്, നിങ്ങൾ അവിടെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരാം. അതിനകത്ത് പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിച്ചു. മനസ്സിലാക്കി ഏകദേശം ഒരു 10,000-1500 പേരുണ്ടായിരുന്നു ഈ പറയുന്ന അവിടെ ഉണ്ടായ സാൻജോയ് എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്ററിലാണ് ഇത് സംഭവം നടന്നത്. ഒരാൾ പോലും വന്നില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും പറഞ്ഞിട്ട്. അപ്പം ഞാൻ അറിയാവുന്ന പല ആൾക്കാരോട് ചോദിച്ചു എന്താണ് കാരണം. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ 100% സത്യമാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് മുഴുവനും കുളമായി, വീടിനകത്ത് വരെ വെള്ളം കയറുന്നത്. ഇന്ത്യയിൽ ഏത് സിറ്റി ഉണ്ട് ഈ ട്രാഫിക് ജാം ഇല്ലാത്ത? അതേപോലെ ട്രാഫിക് ജാമാണ്. ഇന്ത്യയിൽ ഏത് സിറ്റി ഉണ്ട് പ്രോപ്പറായിട്ട് കുടിവെള്ളം മുടങ്ങാതെ തരുന്ന സിറ്റി? ഇന്ത്യയിൽ ഏത് സിറ്റി ഉണ്ട് പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി, അതായത് നല്ല രീതിയിൽ തുടർച്ചയില്ലാതെ ഇലക്ട്രിസിറ്റി തരുന്ന സിറ്റി ഏതുണ്ട്? ഇന്ത്യയിൽ ഏത് സിറ്റി ഉണ്ട് ഇൻ്റർനെറ്റിന് ഡിസറപ്ഷൻ ഇല്ലാത്ത സിറ്റി? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതായത് നമുക്ക് ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള പുതിയ ജോലി, ടെക് ജോലിക്കാരുടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിന് സമയമെടുക്കും. ഇപ്പം ഇതൊന്നുമില്ലാതെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് എന്തു കുന്തുവാ പിന്നെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ പറയുന്ന പോലെ ടെക്നോളജിയുമായി പറ്റപ്പെട്ടെന്ന മാൻ പവർ പോലും ഇന്ത്യയിൽ വളരെ കുറവാണ്. ഞാനൊരു ഉദാഹരണം പറയും. എന്തിനാണ് ഇൻഫോസിസും TCSും മറ്റുള്ള വലിയ ടെക് കമ്പനികൾ അതിൻ്റെ അകത്ത് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഏകദേശം 1 വർഷം 1.5 വർഷം അവർക്ക് ഈ ട്രെയിനിങ് ക്യാമ്പസ് കൊടുക്കും. കാരണം അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ. അതായത് 4-4.5 വർഷം കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നയാൾക്ക് വീണ്ടും കമ്പനി സ്പെൻഡ് ചെയ്യുവാണ് ഏകദേശം വീണ്ടും 10 ലക്ഷം രൂപ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ടെക്നോളജി ഹൈ എൻഡിലോട്ട് പോകാൻ നമ്മൾ കോപ്പി പേസ്റ്റാണ് നമ്മൾ ഏറ്റവും ചെയ്യുന്നത്. ഈ പറയുന്ന ശ്രീധർ വെമ്പു ചെയ്തിരിക്കുന്ന മൈക്രോസോഫ്റ്റിനെ ചലഞ്ച് ചെയ്യുവാണ്. അയാൾ ഒരു കോപ്പി പേസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന സാം ആൾട്ട്മാൻ, ChatGPT, OpenAI, അയാളൊരു ചോദ്യമുണ്ട് ആദ്യം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ. ഈ ChatGPTയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഇന്ത്യ എന്താ പുറകെ പോയത്? വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മളൊന്നുമല്ല. അതിൻ്റെ സർവീസും അതിൻ്റെ ഈ പറയുന്ന ബാക്ക് എൻഡും ഇതിൻ്റെ റിപ്പയറും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്നോവേറ്റീവ് അല്ല ഇന്ത്യക്കാർ. അതിനോടൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആരും ഒരുക്കി കൊടുക്കുന്നില്ല. ഗവൺമെൻറ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇന്ത്യയിൽ പല ആൾക്കാരുടെ സ്റ്റാർട്ടപ്പ്, എൻ്റെ ബന്ധുക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടപ്പ് ഇവർ ചെയ്തത് മുഴുവൻ ടെക്നോളജി ബേസ്ഡ്. ഇതെല്ലാം അടച്ചു കൂട്ടി. കാരണം മുടിഞ്ഞ ടാക്സ്, ഗവൺമെൻറ്റിൻ്റെ യാതൊരു പ്രോത്സാഹനവും ഇല്ല. അതേപോലെ ഗവൺമെൻറ് എന്ന് പറയുന്നത്, നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്, അതിനകത്തിരിക്കുന്ന പല ജോലിക്കാരും, അതായത് ഈ നടപ്പിലാക്കുന്നവരും
ഇൻക്ലൂഡിങ് ബാങ്ക് ആണെങ്കിലും അവർക്ക് ഈ പുതിയ ജോലിയെപ്പറ്റി, അതായത് അമേരിക്കൻ ബാങ്കിങ് സിസ്റ്റം ആണെങ്കിലും അവർക്കൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ ബാങ്കിലിരിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പോളിസി ഉണ്ടാക്കുന്നവരാണെങ്കിലും അവർക്കിതൊന്നും മനസ്സിലാവത്തില്ല. അവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ പണം തിരിച്ചു കിട്ടിയിരിക്കണം, ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര പലിശ വേണം. അവർ ഈ പറയുന്നവരുടെ എക്സ്ക്യൂസ് മനസ്സിലാകത്തില്ല. ഗ്ലോബലായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകാം. അതൊക്കെ ഈ സ്റ്റാർട്ടപ്പിനെയും മറ്റുള്ളതിനെയൊക്കെ ബാധിക്കും. അതൊക്കെ അമേരിക്കയിൽ അതിനൊരു റിലാക്സേഷനും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിപാടിയില്ല. എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന രീതിയിൽ നടക്കണം. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഇത്രയും ഡിസ്കഷന് ഇന്ത്യയിൽ ഭാരതാമ്മയെ സേവിക്കാൻ വേണ്ടി തിരിച്ചു വരണമെന്ന് പറയും ഈ ഡിസ്കഷൻ ഉണ്ടായതിൻ്റെ കാരണം ഇന്ത്യയിൽ നിന്ന് ഔട്ട്ഫ്ലോ, അതായത് തിരിച്ച് ഡോളറിലോട്ടുള്ള തിരിച്ചുപോക്ക് ഭയങ്കരമായിട്ട് കൂടുന്നു. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുന്നില്ല. ഇന്ത്യയിൽ തൊഴിലവസരം നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് ഇന്ത്യയിൽ തൊഴിലവസരം കൂട്ടാൻ സാധിക്കുന്നത്? ഇതിലേക്കാണ് ഇപ്പോൾ ഡിസ്കഷൻ പോയിരിക്കുന്നത്. ഒറ്റ കാര്യമുണ്ട്, ആദ്യം മനസ്സിലാക്കേണ്ടത് 5000 വർഷത്തെ ചരിത്രമല്ല. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ട് ഡിജിറ്റൽ ഏജിലാണ്. ഇവിടെ പശുവും ചാണകത്തിനും എല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത്, സയൻറ്റിഫിക് ടെമ്പറിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ച് മുന്നോട്ട് പോയാലേ ഇന്നത്തെ പുതിയ തലമുറയാണെങ്കിലും ഇന്ത്യയുടെ ഫ്യൂച്ചർ പെർസെപ്ഷൻ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഇങ്ങോട്ട് വന്ന് സർവീസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഒരുത്തനും വരുത്തുമില്ല. കാരണം ഇവിടെ ജോലിയില്ല, അതിന് പറ്റിയ സാഹചര്യവും ഇല്ല, അതിന് പറ്റിയ ശമ്പളവും ഇല്ല. അവൻ ഉറപ്പായിട്ടും അമേരിക്ക അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട്ട് പോകും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകും. അവൻ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാനും ഇവിടെ വന്നൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അത് നശിച്ചു പോകാനും ഇന്നത്തെ ഫ്യൂച്ചർ ജനറേഷനോ 1% പോലും താല്പര്യമില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്.